ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ ഒരു 50 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനോളം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ സിനോണിംസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, ഇഡിയംസ് ചെയ്തിട്ടുണ്ട്, ഫോറിൻ വേർഡ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കാണാം കേട്ടോ. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് PSCയിൽ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ SSCയിൽ ചോദിച്ചിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുടങ്ങുകയാണ്. ആദ്യത്തെ വാക്ക് ആർക്കിപെലഗോ. ആർക്കിപെലഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ്. ഒരുപാട് ഐലൻഡ്സ് ഉള്ള ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ പറയുന്നത് ആർക്കിപെലാഗോ എന്ന് കേട്ടോ. അപ്പം ഓർക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമുക്ക് ഇപ്പോൾ ഒരു ഐലൻഡിൽ നിന്ന് വേറൊരു ഐലൻഡിലേക്ക് പോകണമെങ്കിൽ ഒരു പലക വെച്ചിട്ട് നമുക്ക് പോകാമെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ഓർക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ് ആണ് ആർക്കിപെലാഗോ. ഓക്കെ, അടുത്ത വാക്ക് ആൻറ്റിപ്പതി. ആൻറ്റിപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രോങ് ഡിസ്ലൈക്കാണ്, നമുക്ക് ഭയങ്കര വെറുപ്പുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ആൻറ്റിപ്പതി കേട്ടോ. ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻറ്റിയുടെ പതി, ഹിന്ദിയിൽ പതി എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് അല്ലേ, ആൻറ്റിയുടെ ഏതെങ്കിലും ഒരു അങ്കിളിനെ ആലോചിക്കുക, ആൻറ്റിയുടെ പതി ആലോചിക്കുക കേട്ടോ, ഒരു അങ്കിളിനെ ആലോചിക്കുക. നമുക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും ഒരു അങ്കിളിനെ ഓർത്താൽ മതിയേ. അപ്പോൾ സ്ട്രോങ് ഡിസ്ലൈക്ക്, ആൻറ്റിയുടെ പതിനെ സ്ട്രോങ് ഡിസ്ലൈക്ക് കേട്ടോ. അടുത്തത് ബാങ്ക്രപ്റ്റ് അല്ലെങ്കിൽ ഇൻസോൾവെൻ്റ് എന്ന് പറയും കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹൂസ് അൺഏബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം അല്ലേ, കടമൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അത്രയും നിർധനനായിട്ടുള്ളൊരു ആളെയാണ് നമ്മൾ ഇൻസോൾവെൻറ്റ് അല്ലെങ്കിൽ ബാങ്ക്രപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇൻസോൾവെൻറ്റ് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ, പരിഹാരമൊന്നുമില്ല, സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അത്രമാത്രം കടം ഉണ്ടെന്നുള്ള രീതിയിൽ ഓർക്കാം കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക്രപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ബാങ്കിലത്തെ പണമൊന്നും തിരിച്ച് കൊടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. എ പേഴ്സൺ ഹൂസ് അൺഏബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. അടുത്തത് ക്രെഡുലസ്, ഇമ്പോർട്ടൻ്റ് ആണ്. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബിലീവ്സ് ഈസിലി. എന്ത് പറഞ്ഞാലും എളുപ്പത്തിൽ വിശ്വസിക്കുന്ന ഒരാളെയാണ് നമ്മൾ ക്രെഡുലസ് എന്ന് പറയുന്നത്. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ഒരാൾ കേട്ടോ, അയാളെ നമ്മൾ എന്താ പറയുക, ക്രെഡുലസ്. അങ്ങനെ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ആളെ നമ്മൾ അത് കേടാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന കേടാണ്. അപ്പോൾ ഈ ആറൊന്ന് മാറ്റിയാൽ മതി, അപ്പോൾ എന്ത് വരും, കേട് അല്ലേ, ക്രെഡുലസ്. അങ്ങനെ നോക്കാം കേട്ടോ. അതേപോലെ തന്നെ ക്രെഡിബിൾ ഉണ്ട്. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി ബിലീവ്ഡ്, വിശ്വസനീയമായിട്ടുള്ള എന്നൊരു മീനിങ് ആണ് ക്രെഡിബിൾ. ഓക്കെ, അപ്പോൾ രണ്ടും മാറണ്ട. ക്രെഡുലസ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബിലീവ്സ് ഈസിലി, എന്ത് പറഞ്ഞാലും വേഗം വിശ്വസിക്കുന്ന ആൾ, അത് കേടാണെന്ന് ആലോചിക്കാം. ക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ക്യാൻ ബി ബിലീവ്ഡ്, നമുക്ക് വിശ്വസനീയമായിട്ടുള്ള കേട്ടോ. അടുത്ത് എപ്പിടഫാണ്. എപ്പിടഫ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് റിട്ടൺ ഇൻ ദ മെമ്മറി ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ഡൈഡ്. അതായത് ശവകുടീരത്തിലുള്ള ആ എഴുത്തൊക്കെ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് എപ്പിടഫ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര വിഷമൊക്കെയല്ലേ, കുറച്ച് ടഫാണെന്നൊക്കെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എപ്പിടഫ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് റിട്ടൺ ഇൻ മെമ്മറി ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ഡൈഡ്. അടുത്തത് ഫേറ്റലിസ്റ്റ്. ഫേറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹൂ ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. ആ പേരിനകത്ത് തന്നെയുണ്ട് അല്ലേ, ഫെയ്റ്റ്, വിധിയെ വിശ്വസിക്കുന്ന ഒരാളെയാണ് ഫേറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫേറ്റലിസ്റ്റ് കേട്ടോ. അടുത്ത് നോക്കാം ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ബൈ ഫയർ, അതായത് ഈ കൂട്ടനാശം എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് ആണ് ഹോളോകോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൂട്ടനാശമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്ത് ഫുൾ ഹോളോ ആയി, ആൾക്കാരെല്ലാം മരിച്ചുപോയി, അങ്ങനെ ഒന്ന് ഓർക്കുക കേട്ടോ. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞാൽ കൂട്ടനാശം, ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ബൈ ഫയർ. അടുത്തത് ഇനോക്വസ്. ഇനോക്വസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്, അതായത് ഹാനി വരുത്താത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇനോക്വസ്. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഇനോക്വസിനകത്തുള്ള നോ എന്നുള്ള വാക്ക് എടുക്കാമല്ലോ. നോ ക്വസ് എന്ന് പറയുമ്പോൾ നമുക്ക് കോഷൻ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ പ്രത്യേകിച്ച് കോഷൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, നോ കോഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. കാരണം ഹാനിയൊന്നും വരുത്താത്ത എന്നുള്ളൊരു രീതിയിൽ കണക്ട് ചെയ്യാം. ഇനോക്വസ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. അടുത്ത വാക്ക് എ പേഴ്സൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്. എന്താ പറയുക, ലെക്സിക്കോഗ്രാഫറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. എ പേഴ്സൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ് ആരാണ്, ലെക്സിക്കോഗ്രാഫർ. അപ്പോൾ ഡിക്ഷണറിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെക്സിപ്പേന വെച്ചിട്ടൊക്കെയാണ് മാർക്ക് ചെയ്തേ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. എ പേഴ്സൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്, ലെക്സിക്കോഗ്രാഫർ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ്സുകൾ വേഗം പറയുകയാണെങ്കിൽ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആർക്കിപെലാഗോ, പലക എന്താണ്, നമ്മുടെ ഐലൻഡ്സ് അല്ലേ, ഗ്രൂപ്പ് ഓഫ് മെനി ഐലൻഡ്സ്. ആൻറ്റിപ്പതി, ആൻറ്റിയുടെ ഹസ്ബൻഡ്, പതി എന്താ, സ്ട്രോങ് ഡിസ്ലൈക്ക്. ഇൻസോൾവെൻറ്റ്, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത അത്രയും കടമുണ്ട് അല്ലേ, പേഴ്സൺ ഹൂസ് അൺഏബിൾ ടു പേ ഹിസ് ഡെപ്റ്റ്. ക്രെഡുലസ്, വൺ ഹൂ ബിലീവ്സ് ഈസിലി, കേടാണ്. പിന്നെ ക്രെഡിബിൾ, വിച്ച് ക്യാൻ ബി ബിലീവ്ഡ്. എപ്പിടഫ്, ടഫാണ്, എന്താ, വേർഡ്സ് റിട്ടേൺ ഇൻ ദി മെമ്മറി ഓഫ് എ പേഴ്സൺ ഹൂ ഹാസ് ഡൈഡ്, ശവകുടീരത്തിലുള്ള എഴുത്ത്. ഫാറ്റലിസ്റ്റ്, പേര് പറയുന്ന പോലെ തന്നെ ഫെയ്റ്റ് അല്ല, വൺ ഹൂ ബിലീവ്സ് ഇൻ ഫെയ്റ്റ്. ഹോളോകോസ്റ്റ്, ലാർജ് സ്കെയിൽ ഡിസ്ട്രക്ഷൻ ബൈ ഫയർ, ഹോളോ ആയെന്ന് ആലോചിക്കാം. ഇനോക്വസ് എന്ന് പറഞ്ഞാൽ നോ കോഷൻ എന്നുള്ള രീതിയിൽ ആലോചിക്കാം, നോട്ട് ഇഞ്ചൂറിയസ് ടു ഫിസിക്കൽ ഓർ മെൻ്റൽ ഹെൽത്ത്. പിന്നെ ലെക്സിക്കോഗ്രാഫർ, നമ്മൾ ലെക്സിപ്പേന വെച്ചിട്ട് നമ്മുടെ ഡിക്ഷണറിയിൽ എഴുതി അല്ലേ, എ പേഴ്സൺ ഹൂ കമ്പൈൽസ് ഡിക്ഷണറീസ്. അടുത്ത് നോക്കാം ഇൻഫോളിബിൾ.
ഇൻഫോളിബിൾ എന്ന് പറഞ്ഞാൽ ഇൻകേപ്പബിൾ ഓഫ് ഫെയിലിയർ ഓർ എറർ, അതായത് ഒരിക്കലും തെറ്റ് വരുത്താത്ത എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻഫോളിബിൾ. ഒരിക്കലും ഫോൾ ചെയ്യില്ല എന്ന് ആലോചിക്കുക കേട്ടോ, ഒരിക്കലും വീഴില്ല, അതായത് തെറ്റ് പറ്റില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇൻഫോളിബിൾ, ഇൻകേപ്പബിൾ ഓഫ് ഫെയിലിയർ ഓർ എറർ. അടുത്തത് ഇസ്തുമസ്. ഇസ്തുമസ് എന്ന് പറഞ്ഞാൽ റിലേറ്റീവ്ലി നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണക്റ്റിംഗ് ടു ലാർജ് ഏരിയാസ്, രണ്ട് വലിയ ഏരിയാസിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇസ്തുമസ് എന്ന് പറയുന്നത് കേട്ടോ. വേണമെങ്കിൽ ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്തുമസ് എന്ന് പറയുമ്പോൾ ക്രിസ്മസ് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ആലോചിക്കാമല്ലോ അല്ലേ, ക്രിസ്മസ്, ഇസ്തുമസ്. അപ്പോൾ ക്രിസ്മസിനൊക്കെ നമ്മൾ ഒരു ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്കൊക്കെ പോകാറില്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് വേറെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിലേക്കൊക്കെ പോകാറില്ലേ, അങ്ങനെ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. എന്താ, കണക്റ്റിംഗ് ടു ലാർജ് ഏരിയാസ് ആണ് സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണക്റ്റിംഗ് ടു ലാർജ് ഏരിയാസ്. അടുത്തത് ഇൻഫ്ലേമബിൾ ആണ്. ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ തിങ് വിച്ച് ക്യാച്ചസ് ഫയർ ഈസിലി, പെട്ടെന്ന് കത്ത് പിടിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇൻഫ്ലേമബിൾ. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ ഇനി കത്ത് പിടിക്കുന്നതാണ്, ഈ ഇൻ കാണുമ്പോൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, കത്ത് പിടിക്കുന്നതാണോ കത്ത് പിടിക്കാത്തതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കാം, ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ തിങ്സ് വിച്ച് ക്യാച്ച് ഫയർ ഈസിലി. അടുത്ത നെപ്പോട്ടിസം ആണ്. നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, ഫേവറിങ് ഓൺ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ ഫേവർ ചെയ്യുന്ന ആ ഒരു പോളിസിയാണ് നെപ്പോട്ടിസം എന്ന് പറയുന്നത് കേട്ടോ. അതറിയാമെന്ന് വിശ്വസിക്കുകയാണ്. അടുത്തത് പോസ്തുമസ് ആണ്. പോസ്തുമസിന് ശരിക്കും രണ്ട് മീനിങ് ഉണ്ട്. ആദ്യത്തെ മീനിങ് ചൈൽഡ് ബോൺ ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് ഹിസ് ഫാദർ, അച്ഛൻ മരിച്ചതിന് ശേഷം ജനിച്ചിട്ടുള്ള ഒരു കുട്ടീനെ പറയുന്നതാണ് പോസ്തുമസ് എന്ന് പറയും. അതേപോലെ തന്നെ ഒരു ഓതർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൃതി അല്ലെങ്കിൽ ഗ്രന്ഥം പുറത്ത് വന്നു കഴിയുമ്പോഴും അതിനെ നമ്മൾ പോസ്തുമസ് എന്ന് പറയും. അപ്പോൾ രണ്ടും മീനിങ്ങും പഠിക്കുക കേട്ടോ, കാരണം PSC ഒരു പാറ്റേൺ അറിയാമല്ലോ, അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചോദ്യം വരാം. ഓക്കെ. അടുത്തത് റെറ്റിസെൻ്റ് ആണ്. റെറ്റിസെൻ്റ് അല്ലെങ്കിൽ ടാസിറ്റേൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അധികം സംസാരിക്കാത്ത ആൾക്കാരാണ് നമ്മൾ റെറ്റിസെൻ്റ് ടാസിറ്റേൺ എന്ന് പറയുന്നത്. ഇത് നമ്മൾ പലപ്പോഴും പല വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വീണ്ടും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് കേട്ടോ. അപ്പോൾ ടാസിറ്റേൺ എന്ന് പറയുമ്പോൾ ടേൺ അവരുടെ ടേൺ ആകുമ്പോൾ മാത്രമേ സംസാരിക്കുകയുള്ളൂ അല്ലേ, അപ്പോൾ കുറച്ച് സംസാരിക്കുകയുള്ളൂ, അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. ടാസിറ്റേൺ. റെറ്റിസെൻ്റ്, സെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻറ്റ് എന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഒരു സെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അതേപോലെ തന്നെ കുറച്ച് സംസാരിക്കുന്ന ആൾക്കാർ, അതിനെയാണ് റെറ്റിസെൻറ്റും ടാസിറ്റേൺ എന്നും പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ അടുത്തത് സോണറ്റ് ആണ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ പോയം ഓഫ് 14 ലൈൻസ്, 14 വരിയുള്ള ഒരു ചെറിയൊരു പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുക കേട്ടോ. അപ്പം സണ്ണിന് ഒരു പോയം പാടിക്കൊടുത്തു എന്നോ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. സോണറ്റ് ചെറുതാണ്, 14 ലൈൻസിൻ്റെ ഒരു പോയത്തിനെയാണ് നമ്മൾ സോണറ്റ് എന്ന് പറയുന്നത്. അടുത്തത് ടോപ്പിയറി. ടോപ്പിയറി എന്ന് പറഞ്ഞാൽ ദ ആർട്ട് ഓഫ് കട്ടിങ് ട്രീ ആൻഡ് ബുഷസ് ഇൻ ടു ഓർണമെൻറ്റൽ ഷേപ്പ്, അതായത് ട്രീസും ബുഷസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ഷേപ്പിൽ, ഒരു ഓർണമെൻറ്റൽ ഷേപ്പിലേക്കൊക്കെ ആക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ടോപ്പിയറി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിൻ്റെ ടോപ്പൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് നല്ലൊരു ഷേപ്പിലേക്കൊക്കെ ആക്കിയ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടോപ്പിയറി, ടോപ്പാണ് കട്ട് ചെയ്തെന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. അടുത്തത് ട്രോണ്ട് ആണ്. ട്രോണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് ഹൂസ് ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ, അതായത് സ്കൂളിലൊന്നും പോകാണ്ട് ആബ്സെൻ്റ് ആവുന്ന ഒരു സ്റ്റുഡൻറ്റിനെയാണ് നമ്മൾ പറയുന്നത് ട്രോണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ട്രോണ്ട് പഠിച്ചു വെച്ചേക്കണേ. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടി സ്കൂളിൽ പോകാണ്ടുള്ളൊരു കുട്ടിയല്ലേ, അപ്പോൾ അത് അതിൻ്റെ ഓണ്ടിൻ്റെ വീട്ടിൽ പോയി എന്ന് ആലോചിക്കുക. AUNT കേട്ടോ, ഓണ്ടിൻ്റെ വീട്ടിൽ പോയി എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അടുത്തത് വെർസറ്റൈലാണ്. വെർസറ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഹൂ പോസസ് മെനി ടാലൻസ്, നമുക്ക് ഒരുപാട് ടാലൻസ് ഉള്ള ഒരാളെയാണ് നമ്മൾ പറയുന്നത് വെർസറ്റൈൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ച് വേഗം ഒന്ന് റിവൈസ് ചെയ്യാം. ഇൻഫോളിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകേപ്പബിൾ ഓഫ് ഫെയിലിയർ ഓർ എറർ അല്ലേ, നമ്മൾ ഫോൾ ചെയ്യില്ല, നമുക്ക് എറർ വരില്ല, ഫെയിലിയർ വരില്ല. ഇസ്തുമസ് എന്ന് പറയുമ്പോൾ എന്താ, ക്രിസ്മസ് ആലോചിക്കുക അല്ലേ, കണക്റ്റിംഗ് ടു ലാർജ് ഏരിയാസ്, സ്ട്രിപ്പ് ഓഫ് ലാൻഡ് കണക്റ്റിംഗ് ടു ലാർജ് ഏരിയാസ്. പിന്നെ ഇൻഫ്ലേമബിൾ എന്ന് പറഞ്ഞാൽ എന്താ, പെട്ടെന്ന് കത്ത് പിടിക്കുന്ന എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ ഇൻഫ്ലേമബിൾ. നെപ്പോട്ടിസം, ഫേവറിങ് വൺസ് ഓൺ റിലേറ്റീവ്സ് ആൻഡ് ഫ്രണ്ട്സ് ആണ്. പോസ്തുമസ് എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് അച്ഛൻ മരിച്ചതിന് ശേഷം ജനിക്കുന്ന ഒരു കുട്ടീനെ പറയുന്നത് പോസ്തുമസ് എന്നാണ്. അതേപോലെ തന്നെ ഒരു ഓതർ മരിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കൃതി പുറത്ത് വരുമ്പോഴും നമ്മളതിനെ പറയുന്നത് പോസ്തുമസ് എന്നാണ്. അടുത്തത് കുറച്ച് സംസാരിക്കുന്ന ഒരാൾ എന്താ പറയുക, റെറ്റിസെൻ്റ് എന്ന് പറയും, ടാസിറ്റേൺ എന്ന് പറയും. അവരുടെ ടേൺ ആകുമ്പോഴേ സംസാരിക്കുകയുള്ളൂ. പിന്നെ ഒരു ചെറിയ സെൻറ്റ് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. സോണറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സണ്ണിന് പാടിക്കൊടുക്കുന്ന ഒരു 14 ലൈൻസിൻ്റെ പോയം എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. ടോപ്പിയറി എന്ന് പറഞ്ഞാൽ ടോപ്പ് മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഓർണമെൻറ്റൽ ഷേപ്പ് ആക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. ട്രോണ്ട് എന്താ, സ്റ്റുഡൻറ്റ് ഹൂസ് ആബ്സെൻറ്റ് വിത്തൗട്ട് പെർമിഷൻ ചോദിക്കാണ്ട് ആബ്സെൻ്റ് ആവുന്ന ഒരു കുട്ടീനെയാണ് ട്രോണ്ട് എന്ന് പറയുന്ന ഓണ്ടിൻ്റെ വീട്ടിൽ പോയി എന്ന് ആലോചിക്കുക. വേഴ്സറ്റൈൽ, വൺ ഹൂ പോസസ് മെനി ടാലൻറ്റ്. അടുത്ത് നോക്കാം വൾണറബിൾ. വൾണറബിൾ എന്ന് പറഞ്ഞാൽ ഓപ്പൺ ടു ക്രിറ്റിസിസം. നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ഇടയ്ക്ക് എഴുതി വരാറുള്ള ഒരു ഇതാണ് കേട്ടോ വൾണറബിൾ. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ഇതിൻ്റെ മീനിങ് വരുന്നത് കേട്ടോ. വൾണറബിൾ. ഓക്കെ, എന്താണ്, ഓപ്പൺ ടു ക്രിറ്റിസിസം, എളുപ്പത്തിൽ ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള എന്നുള്ളൊരു മീനിങ് ആണ്. അടുത്ത വാക്ക് വെർബോസ് പോലെ തന്നെ ഗ്യാരുലസ്. രണ്ടും പഠിച്ചു വെച്ചേക്കണ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ അതിൻ്റെ അർത്ഥം, ടോക്കറ്റീവ്, വാചാലനായ, ഒരുപാട് സംസാരിക്കുന്ന ഒരാളെയാണ് പറയുന്നത് വെർബോസ് അല്ലെങ്കിൽ ഗ്യാരുലസ് എന്നൊക്കെ പറയുന്നത്.
അപ്പോൾ നമുക്കറിയാലോ ഈ ഒരുപാട് സംസാരിക്കുന്ന ഒരാളുടെ സംസാരത്തിൽ കുറേ വെർബുകളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് വെർബോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംസാരിക്കുന്ന ടോക്കറ്റീവ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഗ്യാരുലസ് എന്നും കൂടെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അപ്പോൾ വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ടു ക്രിറ്റിസിസം. ഓക്കെ, ഓപ്പൺ ടു ക്രിറ്റിസിസം. വെർബോസ് അല്ലെങ്കിൽ ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ് ആണ്, വാചാലനായ. അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, അധികം സംസാരിക്കാത്ത, മിതഭാഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിസെൻ്റ് എന്നും പറയും, അതേപോലെ തന്നെ ടാസിറ്റോൺ എന്നും പറയും അല്ലേ. അതും കൂടെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അടുത്തത് വീനിയലാണ്. വീനിയൽ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ക്യാൻ ബി എക്സ്ക്യൂസ്ഡ്, നമുക്ക് പൊറുക്കാൻ സാധിക്കുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് വീനിയൽ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ, വീനിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീണു എന്ന് വിചാരിക്കുക. വീനിയൽ, ഓക്കെ, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ വീണു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഉന്തിയിട്ടുള്ള ആൾക്കാരെ നമ്മളൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക, നമ്മളൊന്ന് പുറത്തു എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. സോ വീനിയൽ ഇറ്റ് മീൻസ് വൺ ഹൂ ക്യാൻ ബി എക്സ്ക്യൂസ്ഡ് ആണ്. അടുത്തത് എ പേഴ്സൺ ഹൂസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻസ് ആൻഡ് പ്ലെഷേഴ്സ് ഓഫ് ലൈഫ്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ പറയുന്നത് സ്റ്റോയിക് എന്നാണ്. അതായത് സന്തോഷം വന്നാലും വിഷമം വന്നാലും അങ്ങനെ വികാരങ്ങളൊന്നും കാണിക്കാത്ത ആ ഒരാളെയാണ് നമ്മൾ പറയുന്നത് സ്റ്റോയിക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഇങ്ങനെ സഹിച്ച് നിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ സാ വെച്ചിട്ട് തന്നെ സ്റ്റോയിക്, ഓക്കെ, അങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സ്റ്റഡി ഓഫ് ദി ഇൻഫ്ലുവൻസ് ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് ഓൺ ഹ്യൂമൻ ഇവൻറ്റ്സ്. അതിനെ പറയുന്നത് ആസ്ട്രോളജിയാണ്, നമ്മുടെ ജ്യോതിഷം കേട്ടോ. അതിനെയാണ് നമ്മൾ പറയുന്നത് ആസ്ട്രോളജി. ജ്യോതിഷമാണ് ആസ്ട്രോളജി. പ്ലാനറ്റ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ്, നമ്മളിലുള്ള പ്ലാനറ്റ്സിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസിനൊക്കെയാണ് നമ്മൾ പറയുന്നത് ആസ്ട്രോളജി എന്ന് പറയുന്നത്. അതേസമയം എസ്ട്രോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസ്, ജ്യോതിശാസ്ത്രം എന്നൊക്കെ പറയും അല്ലേ. അതായത് സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചുള്ള പഠനം, ഓരോ പ്ലാനറ്റ്സിനെ കുറിച്ചുള്ള പഠനം, അതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് ആസ്ട്രോണമി എന്ന് പറയുന്നത്. അടുത്തത് സമ്മൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്. അങ്ങനെ ഒരാളെ നമ്മൾ എന്താ പറയുക? നാർസിസിസ്റ്റ് എന്നാണ് പറയുക കേട്ടോ. എന്താണ് നാർസിസിസ്റ്റ്? അതായത് സെൽഫായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളെ അയാളെന്താ പറയുക? നാർസിസിസ്റ്റ്. അതൊന്നും പഠിച്ചു വെച്ചേക്കണേ. സമ്മൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്, അതിനെന്താ പറയുക? നാർസിസിസ്റ്റ് കേട്ടോ. അടുത്തത് ദ ഡോക്ടർ ഹൂ ട്രീറ്റ്സ് ദ ഫീറ്റ്സ് ആൻഡ് ദെയർ എയിൽമെൻറ്റ്സ്. അതിനെ പറയുന്നത് ചിറപ്പോഡിസ്റ്റാണ്. ഓക്കെ, അതായത് പാദമൊക്കെ ഇങ്ങനെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറിനെയാണ് നമ്മൾ പറയുന്നത് ചിറപ്പോഡിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പാദം എന്ന് പറയുമ്പോൾ ചെരുപ്പായിട്ടൊന്ന് കണക്ട് ചെയ്തുകൂടെ? അപ്പോൾ ചിറപ്പോഡിസ്റ്റ് ആയിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ദ ഡോക്ടർ ഹു ട്രീറ്റ്സ് ദി ഫീറ്റ് ആൻഡ് ദെയർ എയിൽമെൻറ്റ്സ് ആണ് ചിറപ്പോഡിസ്റ്റ്. അടുത്തത് എ ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട്, ഫുഡ് ഓർ ക്രാഫ്റ്റ്. അതിനെ പറയുന്നത് കൊണോയ്സർ എന്നാണ് കേട്ടോ. അതായത് ഈ വിദഗ്ധൻ എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത്. എ ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട്, ഏത് ആർട്ടാണെങ്കിലും ഫുഡാണെങ്കിലും ക്രാഫ്റ്റ് ആണെങ്കിലും അതിൻ്റെ ക്രിട്ടിക്കൽ ജഡ്ജിനെയാണ് നമ്മൾ പറയുന്നത് കൊണോയ്സർ എന്ന് പറയുന്നത്. ഒരു വിദഗ്ധനാണ്, ഒന്ന് ഓർത്ത് വയ്ക്കണേ. അടുത്തത് വൺ ഹൂസ് ഫിൽഡ് വിത്ത് എക്സസീവ് എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്. അതായത് മതഭ്രാന്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെ പറയുന്നതാണ് ഫെനറ്റിക് എന്ന് പറയുന്നത്. അതായത് മതത്തിൻ്റെയൊക്കെ ഭയങ്കര ഒരു ഫാനാണെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഫെനറ്റിക്. ഓക്കെ, ഫേറ്റ്ലിസ്റ്റ് എന്തായിരുന്നു? ഫെയ്റ്റാണ്, വിധിയായിരുന്നു കേട്ടോ. ഇത് ഫെനറ്റിക്കാണ്, മതത്തിൻ്റെ ഫാനാണ്. അപ്പോൾ മതഭ്രാന്ത് എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പഠിച്ചു വന്നൊരു വയസ്സ് ചെയ്യാൻ വൾണറബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പൺ ടു ക്രിറ്റിസിസം. അല്ല, നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ വരുന്ന ഒരു മെസ്സേജ് ഒന്ന് ആലോചിക്കുക കേട്ടോ. പെട്ടെന്ന് ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് വൾണറബിൾ. അല്ലെങ്കിൽ വൾണറബിൾ എന്ന് പറയുമ്പോൾ വല്ലാത്ത ക്രിറ്റിസിസം, അങ്ങനെ വേണമെങ്കിലും ഒന്ന് കണക്ട് ചെയ്യാം. വെർബോസ് ഗ്യാരുലസ് എന്ന് പറഞ്ഞാൽ ടോക്കറ്റീവ്, ഒരുപാട് സംസാരിക്കുമ്പോൾ ഒരുപാട് വേർബ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ വെർബോസ് ഗ്യാരുലസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ വീനിയൽ എന്ന് പറഞ്ഞാൽ വൺ ഹൂ ക്യാൻ ബി എക്സ്ക്യൂസ്ഡ്. നമ്മൾ വീണ് കഴിഞ്ഞാലും നമ്മളൊന്ന് എക്സ്ക്യൂസ് ചെയ്യും അല്ലേ, നമ്മളൊന്ന് പൊറുക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക. പിന്നെ എ പേഴ്സൺ ഹൂസ് ഇൻഡിഫറൻറ്റ് ടു പെയിൻസ് ആൻഡ് പ്ലെഷേഴ്സ് ഓഫ് ലൈഫ്, അതിനെ പറയുന്നതാണ് സ്റ്റോയിക് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വന്നാലും സഹിക്കുക സ്റ്റോയിക് എന്നുള്ള രീതിയിൽ സാ വെച്ചിട്ടാണെന്ന് ഓർത്ത് വയ്ക്കുക. സ്റ്റഡി ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് ഓൺ ഹ്യൂമൻ ഇവൻറ്റ്സ് ആസ്ട്രോളജി. അതേപോലെ തന്നെ സ്റ്റഡി ഓഫ് സെലസ്റ്റിയൽ ബോഡീസിനെ ആസ്ട്രോണമി എന്നും പറയും. സമ്മൺ ഇൻ ലവ് വിത്ത് ഹിംസെൽഫ്, നമ്മളെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ എന്താ പറയുക? നാർസിസിസ്റ്റ്. എന്താണ്? നാർസിസിസ്റ്റ്. അടുത്തത് ദ ഡോക്ടർ ഹൂ ട്രീറ്റ്സ് ദി ഫീറ്റ് ആൻഡ് ദെയർ എയിൽമെൻറ്റ്സ്, അതിനെ പറയുന്നത് ചിറപ്പോഡിസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഫീറ്റ് ചെരുപ്പുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക, ചിറപ്പോഡിസ്റ്റ്. ക്രിട്ടിക്കൽ ജഡ്ജ് ഓഫ് എനി ആർട്ട്, ഫുഡ് ഓർ ക്രാഫ്റ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പ്രതീക്ഷിക്കുകയാണ്, കൊണോയ്സർ ആണ്. വൺ ഹൂസ് ഫിൽഡ് വിത്ത് എക്സസീവ് എന്തൂസിയാസം ഇൻ റിലീജിയസ് മാറ്റേഴ്സ്, പറയുന്നത് എന്താ? ഫെനറ്റിക് ആണ് അല്ലേ, മതഭ്രാന്തൻ. അപ്പോൾ മതത്തിൻ്റെ ഫെനറ്റിക്. അടുത്ത് നോക്കാം, വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്, നരഭോജികൾ എന്നൊക്കെ പറയും അല്ലേ. അതിനെന്താ പറയുന്നത്? കാനിബൽ എന്ന് പറയും. എന്താണ്? കാനിബൽ. കാർണിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലഷ് കഴിക്കുന്ന ആനിമൽസിനാണ് നമ്മൾ കാർണിവോറസ് എന്ന് പറയുന്നത്. ഹെർബിവോറസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെർബ്, അതായത് പ്ലാന്റ്സ് കഴിക്കുന്ന ആനിമൽസിനാണ് നമ്മൾ പറയുന്നത് ഹെർബിവോറസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ഫ്ലഷ് കഴിക്കുന്നതിന് എന്താ പറയുക? കാനിബൽ ആണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക, കാനിബൽ. അടുത്ത വൺ ഹൂ ഇസ് വയലൻ്റ്ലി എഗെയിൻസ്റ്റ് ദി എസ്റ്റാബ്ലിഷ് ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. അതായത് ബിലീഫ്സിനെയും അതുപോലെ തന്നെ ട്രഡീഷനെയൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരാളെ നമ്മൾ പറയുന്നത് ഐക്കണോക്ലാസ്റ്റ് എന്നാണ് കേട്ടോ. എന്താണ്? ഐക്കണോക്ലാസ്റ്റ്. അപ്പോൾ ഐക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹം അല്ലേ. ഈ വിഗ്രഹത്തിനൊക്കെ എതിരായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് ഐക്കണോക്ലാസ്റ്റ്. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർക്കാമല്ലോ, ഐക്കൺ വെച്ചിട്ട് തന്നെ ഓർത്ത് വയ്ക്കുക കേട്ടോ.
അടുത്തത് വൺ ഹൂ ഡസൻ കൺസ്യൂം ആൽക്കഹോൾ കഴിക്കാത്ത ഒരാൾ നമ്മൾ പറയുന്നത് ടീറ്റോട്ടോളർ എന്നാണ്. എല്ലാവർക്കും അറിയായിരിക്കും ടീറ്റോട്ടോളർ. അപ്പോൾ ടീ മാത്രമേ കുടിക്കുകയുള്ളൂ, ആൽക്കഹോൾ കുടിക്കില്ല എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ വൺ ഹൂ ബിലീവ്സ് ഇൻ പ്രസൻസ് ഓഫ് ഗോഡ് പറയുന്നത് തീസ്റ്റാണ്, ദൈവവിശ്വാസി, തീസ്റ്റാണ്. അതേസമയം അതിൻ്റെ ഓപ്പോസിറ്റ്, അതായത് നിരീശ്വരവാദി എന്നുള്ളൊരു മീനിങ്ങിൽ വരുന്നത് എത്തിസ്റ്റാണ്. വൺ ഹൂ ഡസൻ ബിലീവ് ഇൻ ദി പ്രസൻസ് ഓഫ് ഗോഡ് ആണ് എത്തിസ്റ്റ്. അതേസമയം ഒറ്റ ദൈവത്തിലുള്ള വിശ്വാസമുള്ള ആൾക്കാരാണ് നമ്മൾ പറയുന്നത് മോണോതീസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. മോണോ എന്ന് പറഞ്ഞാൽ എന്താ, സിംഗിളാണ്, ഒറ്റ അല്ലേ. മോണോമേഴ്സ്, പോളിമേഴ്സ് എന്നൊക്കെ നമുക്കറിയാലോ. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിളാണ്, പോളി എന്ന് പറഞ്ഞാൽ മെനിയാണ്. അപ്പോൾ ഒറ്റ ദൈവത്തിലുള്ള വിശ്വാസിനെയാണ് നമ്മൾ പറയുന്നത് മോണോതീസ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വൺ ഹൂ ബിലീവ്സ് ഇൻ മെനി ഗോഡ്സ്, ഒരുപാട് ദൈവങ്ങളിലുള്ള വിശ്വാസിനെയാണ് നമ്മൾ പറയുന്നത് പോളി. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോളി എന്ന് പറഞ്ഞാൽ മെനിയാണ്, അപ്പോൾ പോളിതീസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, തീസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈശ്വരവിശ്വാസി, നിരീശ്വരവാദിനെയാണ് പറയുന്നത്. എത്തിസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ഗോഡിലുള്ള വിശ്വാസിനെയാണ് നമ്മൾ പറയുന്നത് മോണോതീസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഒരാളെയാണ് പറയുന്നത് പോളിതീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. റിലീജിയസ് മാഡ്നസ്, അതിനെ പറയുന്നത് തിയോമാനിയ എന്നാണ്. മാനിയ എന്ന് പറയുന്നത് നമുക്കറിയാലോ മാഡ്നസ് ആണ് അല്ലേ. അപ്പോൾ റിലീജിയസ് എന്ന് പറയുമ്പോൾ തീയോ ആയിട്ട് കണക്ട് ചെയ്യാലോ അല്ലേ, നമുക്ക് തീയായിട്ട് കണക്ട് ചെയ്തൂടെ, മിക്ക റിലീജിയനിലും തീ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ റിലീജിയസ് മാഡ്നസ് എന്ന് പറഞ്ഞാൽ തിയോമാനിയാണ്. അടുത്തത് ഗവൺമെൻറ് ബൈ 2 ഏജൻസീസ്, അതിനെ പറയുന്നതാണ് ഡയാർക്കി എന്ന്. ഡയാർക്കി എന്ന് പറഞ്ഞാൽ 2 ഗവൺമെൻറ് റൂൾ ചെയ്യുന്ന ഒരു രീതിയാണ് കേട്ടോ ഡയാർക്കി. ഡയ എന്ന് പറഞ്ഞാൽ 2 അല്ലേ, അപ്പോൾ അങ്ങനെ നോക്കുക കേട്ടോ. ഗവൺമെൻറ് ബൈ 2 ഏജൻസീസ് ആണ് ഡയാർക്കി. ഓക്കെ, അപ്പോൾ പഠിച്ച് നമുക്കൊന്ന് വേഗം മനസ്സിലേക്ക് കൊണ്ടുവരാം. വൺ ഹൂ ഫീഡ്സ് ഓൺ ഹ്യൂമൻ ഫ്ലഷ്, നരഭോജികൾ എന്താ പറയുന്നത്, കാനിബൽ എന്ന് പറയും അല്ലേ. ഇനി വൺ ഹൂ ഇസ് വയലൻ്റ്ലി എഗെയിൻസ്റ്റ് എസ്റ്റാബ്ലിഷ് ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്, അതായത് ബിലീഫ്സും ട്രഡീഷനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് ഐക്കണോക്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഐക്കൺസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക അല്ലെ, വിഗ്രഹത്തിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുക. അടുത്തത് ടീറ്റോട്ടോളർ, നിങ്ങൾക്ക് അറിയാം, വൺ ഹൂ ഡസൻ കൺസ്യൂം ആൽക്കഹോൾ. പിന്നെ ദൈവവിശ്വാസിനെയാണ് പറയുന്നത് തീസ്റ്റ് എന്ന് പറയുന്നത്. നിരീശ്വരവാദിനെയാണ് പറയുന്നത് എത്തിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ദൈവത്തിലുള്ള വിശ്വാസിനെയാണ് പറയുന്നത് മോണോതീസ്റ്റ് എന്ന് പറയുന്നത്. ഒരുപാട് ദൈവങ്ങളിലുള്ള വിശ്വാസിനെയാണ് പറയുന്നത് പോളിതീസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെന്താ, റിലീജിയസ് മാഡ്നസിനെയാണ് പറയുന്നത് തിയോമാനിയ എന്ന് പറയുന്നത് അല്ലേ. തിയോ റിലീജിയസ്, തീ വെച്ചിട്ട്, പിന്നെ മാഡ്നസ് ആണ് മാനിയ. ഗവൺമെൻറ് ബൈ 2 ഏജൻസീസ് ആണ് ഡയാർക്കി. അടുത്ത് നോക്കാം. ഗവൺമെൻറ് ബൈ എ ഫ്യൂ പവർഫുൾ പീപ്പിളിനെയാണ് പറയുന്നത് ഒളിഗാർക്കി എന്ന് പറയുന്നത്. എ ഫ്യൂ പവർഫുൾ പീപ്പിളാണ്, കുറച്ച് ആൾക്കാർ അല്ലേ. എ ഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ. അപ്പോൾ കുറച്ച് എന്നുള്ള രീതിയിൽ നമുക്ക് ഒള്ളി എന്നുള്ള രീതിയിൽ ഓർത്തൂടെ, ഒളിഗാർക്കി. ഓക്കെ, അപ്പോൾ ഗവൺമെൻറ് ബൈ എ ഫ്യൂ പവർഫുൾ പീപ്പിളാണ് ഒളിഗാർക്കി. അടുത്ത ഗവൺമെൻറ് ബൈ മിലിറ്ററി ക്ലാസ്, അതിനെ പറയുന്നത് സ്ട്രാറ്റോക്രസിയാണ്. മിലിറ്ററി ക്ലാസിൻ്റെ ഗവൺമെൻറ്റാണ് സ്ട്രാറ്റോക്രസി എന്ന് പറയുന്നത്. അപ്പം മിലിറ്ററിക്കാർക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ട്രാറ്റജി ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ നമുക്ക് സ്ട്രാറ്റോക്രസി എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം കേട്ടോ. അടുത്ത് ഗവൺമെൻറ് ബൈ നോബിലിറ്റി ആണ്. നോബിലിറ്റി എന്താ, അരിസ്റ്റോക്രസിയാണ് കേട്ടോ. ഗവൺമെൻറ് ബൈ നോബിലിറ്റി എന്താണ്, അരിസ്റ്റോക്രസിയാണ്. അപ്പോൾ നോബിൾസ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, നല്ല കുലീനമായിട്ടുള്ള ആ ഒരു രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ കുലീനമായിട്ടുള്ള ആൾക്കാരൊക്കെ അരിഷ്ടമാണ് കുടിക്കണേ എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക കേട്ടോ. എന്താണ് അരിഷ്ടം, അരിസ്റ്റോക്രസി. ഓക്കെ, മദ്യമൊന്നുമല്ല, അരിഷ്ടമാണ് കേട്ടോ. ഇനി ഗവൺമെൻറ് ബൈ വെൽത്തി എന്ന് പറയുന്നത് പ്ലൂട്ടോക്രസിയാണ്. വെൽത്തി, ധനികന്മാരുടെ ഗവൺമെൻറ്, അതാണ് പ്ലൂട്ടോക്രസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പ്ലൂട്ടോനെ ആലോചിക്കാം അല്ലേ. മുമ്പ് നമ്മുടെ ഒരു ഗ്രഹമായിരുന്ന പ്ലൂട്ടോ കേട്ടോ, ഇപ്പം അല്ല. അപ്പോൾ ആ പ്ലൂട്ടോ എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തെ ഗ്രഹമായിരുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകണമെങ്കിൽ നല്ല വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കേ പോകാൻ പറ്റുള്ളൂ. അത്രയും ഡിസ്റ്റൻസ് പോകണ്ടേ, അപ്പോൾ കുറേ കാശൊക്കെ മുടക്കണ്ടേ. അപ്പോൾ അങ്ങനെ വെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കേ പോകാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് വൺ ഹൂ സ്നിയേഴ്സ് അറ്റ് ദി ബിലീഫ്സ് ഓഫ് അതേഴ്സ്, അതിനെയാണ് പറയുന്നത് സൈനിക് എന്ന് പറയുന്നത്. അതായത് എല്ലാവരിലും ദോഷം മാത്രം കാണുക, ഓരോരുത്തരുടെ വിശ്വാസത്തിൽ ദോഷം കാണുക, അങ്ങനെ എല്ലാത്തിലും ദോഷം മാത്രം കാണുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് സൈനിക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ദോഷം കാണുമ്പോൾ ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു സൈൻ കാണിക്കും, മുഖം വെച്ചിട്ട് എന്തെങ്കിലും ഒരു സൈൻ കാണിക്കുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണിക്കുന്നോ അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈനിക് എന്ന് പറഞ്ഞാൽ എന്താ, വൺ ഹൂ സ്നിയേഴ്സ് അറ്റ് ദി ബിലീഫ്സ് ഓഫ് അതേഴ്സ്, അതായത് എല്ലാത്തിലും ദോഷം കാണുന്ന ഒരാളെയാണ് നമ്മൾ പറയുന്നത് സൈനിക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും കേട്ടോ, പക്ഷേ നമ്മളിങ്ങനെ റിവൈസ് നമ്മുടെ മെമ്മറിയിലേക്ക് വന്നോളും കേട്ടോ. അടുത്ത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ദാറ്റ് ഹാവ് ബീൻ ഹിഡൻ ഇൻ എ സീക്രട്ട് പ്ലേസ്, അതിനെന്താ പറയുക, ക്യാഷെ എന്ന് പറയും അല്ലേ. ഈ കമ്പ്യൂട്ടറിൽ ഈ ക്യാഷെ മെമ്മറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് അതെവിടെയാണ് സ്റ്റോർ ചെയ്യുക, ക്യാഷെ മെമ്മറിയിൽ അല്ലേ. അപ്പോൾ അതേപോലെ നമുക്ക് ഇതാലോചിക്കാമല്ലോ, ഗ്രൂപ്പ് ഓഫ് തിങ്സ് ദാറ്റ് ഹാവ് ബീൻ ഹിഡൻ ഇൻ എ സീക്രട്ട് പ്ലേസ്, ഒരു സീക്രട്ട് പ്ലേസിൽ ഹൈഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ പറയുന്നത് ക്യാഷെ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് വേർഷിപ്പേഴ്സ്, അതിനെന്താ പറയുക, കോൺഗ്രിഗേഷൻ എന്ന് പറയും അല്ലേ. കോൺഗ്രിഗേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ കേരള ഓർഗനൈസേഷനകത്തൊക്കെ CMI എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിക്കാനല്ലേ. അപ്പോൾ കോൺഗ്രിഗേഷൻ ഓർത്ത് വയ്ക്കുക കേട്ടോ. എ ഗ്രൂപ്പ് ഓഫ് വേർഷിപ്പേഴ്സ് എന്താണ്, കോൺഗ്രിഗേഷൻ. സമ്മൺ ഹൂ ലീവ്സ് വൺ കൺട്രി ടു സെറ്റിൽ ഇൻ അനദർ കൺട്രി, അതായത് ഇവിടെ നിന്ന് വിട്ട് വേറൊരു കൺട്രിയിൽ പോയിട്ട് സെറ്റിൽ ചെയ്യുന്ന ഒരാളെ നമ്മൾ എന്താ പറയുക, എമിഗ്രൻ്റ് എന്ന് പറയും. എമിഗ്രൻ്റ്. അതേസമയം ഇമിഗ്രൻ്റ് ആണെങ്കിൽ, ഇമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ IM അല്ലേ. അപ്പോൾ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. IM ആണെങ്കിൽ നമ്മൾ
IN എന്നുള്ള രീതിയിൽ ആലോചിക്കാം കേട്ടോ. അതായത് ഇൻകമ്മിങ് എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കേട്ടോ. IN അല്ല, അപ്പോൾ ഇൻകമ്മിങ്, അതായത് ഇങ്ങോട്ട് വരുന്ന ആൾക്കാരാണ് ഇമിഗ്രൻറ്റ്. എമിഗ്രൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകുന്ന ആൾക്കാർ. പിന്നെ ഉണ്ടല്ലോ എക്സോഡസ് എന്ന് പറയും. എക്സോഡസ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ലാർജ് സ്കെയിൽ ഡിപ്പാർച്ചർ ഓഫ് പീപ്പിൾ ആണ്. ഒരേ സമയം ഒരുപാട് ആൾക്കാർ ഒരു സ്ഥലം വിട്ട് പോവുക. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സോഡസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് ആൾക്കാർ ഓടിപ്പോയി എന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എക്സോഡസ്, എക്സ് ആൾക്കാർ ഒരുമിച്ച് ഓടിപ്പോയി എന്നുള്ള രീതിയിൽ അത് കണക്ട് ചെയ്യാം. അപ്പോൾ എമിഗ്രൻറ്റ് പഠിച്ചു, ഇമിഗ്രൻറ്റ് പഠിച്ചു, എക്സോഡസ് പഠിച്ചു. അടുത്തത് ഹെറിറ്റിക് ആണ്. ഹെറിറ്റിക് ഇമ്പോർട്ടൻ്റ് ആണ്. എ പേഴ്സൺ ഹൂ ആക്ട്സ് എഗെയിൻസ്റ്റ് റിലീജിയൻ എഗെയിൻസ്റ്റ് ആക്ട് ചെയ്യുന്ന ഒരാളെയാണ് പറയുന്നത് ഹെറിറ്റിക് എന്ന് പറയുന്നത്. എന്താണ്? ഹെറിറ്റിക്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഹെറിറ്റിക് എന്താണ്? എ പേഴ്സൺ ഹൂ ആക്ട്സ് എഗെയിൻസ്റ്റ് റിലീജിയൻ. ഇനി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് എ സ്റ്റേറ്റ് ഓർ കൺട്രി റൺ ബൈ ദ വേഴ്സ്റ്റ്, ലീസ്റ്റ് ക്വാളിഫൈഡ് ഓർ മോസ്റ്റ് അൺസ്ക്രൂപ്പുലസ് സിറ്റിസൺസ്. അതിനെ പറയുന്നതാണ് കാക്കിസ്റ്റോക്രസി. അതായത് യോഗ്യതയില്ലാത്ത ആൾക്കാരുടെയൊക്കെ ഭരണം എന്ന് നമ്മൾ പറയില്ലേ, അയോഗ്യൻ്റെ ഭരണം എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് നമ്മൾ പറയുന്നത് കാക്കിസ്റ്റോക്രസി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് കാക്കിസ്റ്റോക്രസി എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ആ ഒരു രാജ്യം ഭരിക്കുന്നത് ഫുള്ളിങ്ങനെ കട്ട് മുടിക്കുന്ന ആൾക്കാരാണെന്ന് ആലോചിക്കുക. ഓക്കെ, കാക്കിസ്റ്റോക്രസി. ഓക്കെ, എ സ്റ്റേറ്റ് ഓർ കൺട്രി റൺ ബൈ ദി വേഴ്സ്റ്റ്, ലീസ്റ്റ് ക്വാളിഫൈഡ് ഓർ മോസ്റ്റ് അൺസ്ക്രൂപ്പുലസ് സിറ്റിസൺസ് ആണ് കാക്കിസ്റ്റോക്രസി. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു 50 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണെന്ന് നോക്കിയിട്ടുള്ളത്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ളൊരു സെഷനായിരുന്നു. അപ്പം ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഓർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും ഒന്ന് റിവൈസ് ചെയ്യുക കേട്ടോ. റിവൈസ് ചെയ്ത് സെറ്റ് ആയിക്കോളുവേ. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഒന്ന് ആലോചിക്കുക, ഓരോ ടേംസുകൾ എന്തായിരുന്നു നേരത്തെ വായിച്ചത്, എന്തായിരുന്നു പഠിച്ചതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക വെറുതെയൊക്കെ ഇരിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനും സിനോണിംസും ഇഡിയംസും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ യങ് വൺസ് ഉണ്ട്, പിന്നെ മസ്കുലൈൻ ഫെമിനൈൻ ആ ഒരു ടോപ്പിക് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, റെറ്റിസെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നോട്ടിഫിക്കേഷൻസിൽ ഓളും കൊടുക്കാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.